നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 11 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേൽക്കും. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ AICC നേതൃത്വം ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ. സംസ്ഥാന നിയമസഭയിൽ വീണ്ടും വി ഡി സതീശനും പിണറായി വിജയനും നേർക്കുനേരെത്തും. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ CPM പ്രഖ്യാപിച്ചു. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. SSLC പരീക്ഷാഫലം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപനം നടക്കും. സർക്കാർ രൂപീകരിക്കാത്തതിനാൽ മന്ത്രിയില്ലാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ ഫലപ്രഖ്യാപനം നിർവഹിക്കുക. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. മേഖലയിലെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനങ്ങളും താറുമാറായി. കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസ് മകൻ 14 വയസ്സുള്ള ഇജാസ് ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആ തീരുമാനമെത്തി. വി ഡി സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപനം. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും അവസാനഘട്ട ചർച്ചകളിൽ സജീവമായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ UDF-നെ മുഖമായി മുന്നിൽ നിന്നതും LDF-നെതിരെ ശക്തമായ പ്രചരണം നയിച്ചതുമാണ് സതീശന് അനുകൂലമായ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം നടത്തി. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. മുസ്ലിം ലീഗിന് നിർണായക വകുപ്പുകൾ ലഭിക്കുമെന്നാണ് സൂചന. Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CL. വനവാസമില്ല, ഇനി പട്ടാഭിഷേകം. അനിശ്ചിതത്വങ്ങൾക്കും അധികാര വടംവലികൾക്കും ഒടുവിൽ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ഭരണം തിരികെ പിടിച്ചപ്പോൾ പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന ജനവികാരം ഉൾക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 100 സീറ്റിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. 5 വർഷത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് വി ഡി സതീശൻ എന്ന ജനനായകനെ കേരളത്തിന്റെ ഭരണചക്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF രണ്ടാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചത്. പാർട്ടിക്കുള്ളിലെ തലമുറമാറ്റത്തിന്റെ ഭാഗമായ തീരുമാനം. പാർട്ടിയെ നയിക്കുക എന്നതു മാത്രമല്ല, അണികളിൽ അണഞ്ഞുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന കർത്തവ്യവും സതീശനുണ്ടായിരുന്നു. വി ഡി സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കമൊഴിഞ്ഞ പ്രവർത്തനവും കേരളത്തിൽ കോൺഗ്രസിന് ജീവൻ പകർന്നു. 100-ലധികം സീറ്റുകൾ UDF നേടുമെന്നും 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിച്ച മറ്റൊരു നേതാവുമുണ്ടായിരുന്നില്ല. 2021-ൽ പിണറായി വിജയന്റെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ UDF-നെ കരുത്തോടെ നയിച്ച നേതാവിന്റെ ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ള പ്രവചനമായിരുന്നു അത്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടാശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി
1964 മെയ് 31 സതീശന്റെ ജനനം. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിലിടപെട്ട സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയുമായി പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനായും NSS ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിയമ ബിരുദധാരിയായ സതീശൻ കുറേക്കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയായിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവി വഹിച്ചു. മികച്ച MLAയ്ക്കുള്ള 25-ലേറെ അവാർഡുകൾ ലഭിച്ചു. 1996 ആദ്യമായി പറവൂരിൽ നിന്നും ജനവിധി തേടുന്നത്. അന്ന് CPIയിലെ P. രാജുവിനോട് 1116 വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും 5 വർഷത്തിനിപ്പുറം P. രാജുവിനെ തന്നെ തറപറ്റിച്ച് സതീശൻ MLAയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 7434 വോട്ടുകൾക്കാണ് ജയം. CPIയുടെ കോട്ടയായി കണക്കാക്കപ്പെട്ട മണ്ഡലം പിന്നീട് സതീശനിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നത് ചരിത്രം. 2011 CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനും 2016 ശാരദാ മോഹനും സതീശനെ നേരിട്ടെങ്കിലും പരാജയമായിരുന്നു ഫലം. ഓരോ തവണയും സതീശൻ ഭൂരിപക്ഷമുയർത്തി. 2021 MT നിക്സനെയും ഇക്കുറി ടൈസൺ മാസ്റ്ററെയും വീഴ്ത്തി. സതീശൻ പറവൂർ തന്റെ സ്വന്തം കോട്ടയാണെന്ന് തെളിയിച്ചു. ലക്ഷ്മിപ്രിയയാണ് ഭാര്യ. ഉണ്ണിമായ മകളാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ പ്രഖ്യാപിച്ചു. വീണ്ടും VD സതീശനും പിണറായി വിജയനും നേർക്കുനേരെത്തും. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ശേഷമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങൾ കൂടിയാലോചിച്ച് നിർദ്ദേശം നൽകി. പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നായിരുന്നു ഭൂരിഭാഗം അംഗങ്ങളുടെയും നിലപാട്. പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവ് തന്നെ നയിക്കണമെന്നും 10 വർഷം ഭരണപരിജ്ഞാനമുള്ള പിണറായി വിജയനെ ജനവിധി മാനിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ നയിച്ചുകൂടാ എന്നുള്ള ചോദ്യങ്ങളാണ് മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നതും നീണ്ടുപോയത്. പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് രാഷ്ട്രീയ ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM ആണ്. MLAമാരിൽ ഏറ്റവും മുതിർന്ന നേതാവ് പിണറായി വിജയനുമാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച CPI അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും മുന്നണിയിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. VD സതീശനെ കേരള മുഖ്യമന്ത്രിയായി AICC നേതൃത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. നഗരമധ്യത്തിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ CK ബാബു, ബിജു C ബേബി, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൻസി, റോഷിദ്, ബീന ബാബു, മിനി KP, മിനി ഷൈജു, അനീന തുടങ്ങിയവരും സംബന്ധിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ തുടർന്ന് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിലും പടക്കം പൊട്ടിച്ച് മധുരം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവച്ചു. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, അനീഷ് പാലയൂർ, KV സത്താർ, V മുഹമ്മദ് ഗൈസ്, PT ഷൗക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് ഇരുവപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന ആസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, MC ഐജു, നജീബ് കൊമ്പത്തയിൽ, AU മനാഫ്, രഘു കരിയന്നൂർ, ഫ്രിജോ വടക്കൂട്ട്, മീന സലമോൻ, ഷൈജു മങ്ങാട്, അമൃത ഷിജു, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഹ്ലാദ പ്രകടനം ഇരുവപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ ലഡു വിതരണം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വെള്ളറക്കാട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിത്തെറിച്ച് ആൽമരത്തിന് തീപിടിച്ചു. വെള്ളറക്കാട് സെന്ററിൽ പാതി മുറിച്ചുമാറ്റി നിൽക്കുന്ന ആൽമരത്തിനാണ് തീപിടിച്ചത്. വാഹനത്തിലെത്തിയ ഏതാനും പ്രവർത്തകരാണ് പടക്കം പൊട്ടിച്ചത്. ആൽമരത്തിനെ ചുറ്റി നിൽക്കുന്ന വേരുകളിൽ വെച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ തീ പിടിക്കുകയായിരുന്നു. താഴെ മുറിച്ചിട്ട് കിടക്കുന്ന തടി കഷ്ണങ്ങളും തീ പടർന്നു പിടിച്ചു. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് ആണ് തീ അണച്ചത്. രാഷ്ട്രീയ കേരളം മുഴുവൻ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോൾ ഒരു തത്തയുടെ പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്.
ഗുരുവായൂർ തൈക്കാട് സ്വദേശി റിയാസ് ഫാൽക്കണിന്റെ പ്രിയപ്പെട്ട വളർത്തുതത്തയായ റോക്കിയാണ് ഈ അത്ഭുത പ്രവചനം നടത്തിയത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പ്രമുഖ നേതാക്കളുടെ പേരുകൾ എഴുതിയ കുറിപ്പുകളിൽ നിന്നാണ് റോക്കി തന്റെ പ്രിയപ്പെട്ട നേതാവിനെ തെരഞ്ഞെടുത്തത്. റിയാസ് ഫാൽക്കൺ തന്റെ കയ്യിലുണ്ടായിരുന്ന 3 കുറിപ്പുകൾ താഴെയിട്ടപ്പോൾ യാതൊരു സംശയവുമില്ലാതെ റോക്കി വി ഡി സതീശന്റെ പേര് എഴുതിയ കുറിപ്പ് കൊത്തിയെടുക്കുകയായിരുന്നു. ഒടുവിൽ പ്രഖ്യാപനം വന്നപ്പോൾ റോക്കി തെരഞ്ഞെടുത്ത വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതോടെ റോക്കിയുടെ പ്രവചനം അക്ഷരം പ്രതി ശരിയായി. ഇതോടെ റിയാസ് ഫാൽക്കണും റോക്കിയും നാട്ടിലെ പ്രധാന സംസാര വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ കൊണ്ട് ഇന്ന് ഒരു നറുക്കെടുപ്പ്, അതായത് റോക്കി എന്ന് പേര് വിളിക്കുന്ന തത്തമ്മ നറുക്കെടുക്കട്ടെ. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇങ്ങനെ 3 ആളുടെ പേരിലാണ് നറുക്കെടുക്കുന്നത്. ആ പേര് റോക്കി എടുക്കുമോ നോക്കട്ടെ. നമ്മുടെ ആഗ്രഹം പോലെ ആവുമോ? റോക്കിക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്തു നടുക്കലത്തെ വി ഡി സതീശൻ കണ്ടാ, തത്തമ്മ എടുത്തതടക്കം വി ഡി സതീശനാണ്. ഇതല്ലേ വി ഡി സതീശനല്ലേ തത്തമ്മേ? കൊട് അങ്ങനെ. മറ്റു വാർത്തകൾ. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്കാണ് പ്രഖ്യാപനം. സർക്കാർ രൂപീകരിക്കാത്തതിനാൽ മന്ത്രിയില്ലാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ ഫലപ്രഖ്യാപനം നടത്തുക. ബുധനാഴ്ച പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് അന്തിമ ഫലം വിലയിരുത്തി അംഗീകാരം നൽകിയിരുന്നു. കേരളം, ലക്ഷദ്വീപ് മേഖലകളിലായി 4,16,864 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ 633 കുട്ടികൾക്ക് SSLC പരീക്ഷ എഴുതുവാൻ സാധിച്ചിരുന്നില്ല. ഇവർക്ക് മോഡൽ പരീക്ഷയുടെ മാർക്ക് മാനദണ്ഡമാക്കി നിശ്ചിത ശതമാനം ഗ്രേസ് മാർക്കോടുകൂടി ഉൾപ്പെടുത്തിയാകും ഫലം പ്രഖ്യാപിക്കുക. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. മേഖലയിലെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും താറുമാറായി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെ 7:40ഓടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ സിഗ്നൽ ബോർഡിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട കാർ സിഗ്നൽ ബോർഡിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചതിനെ തുടർന്ന് വാഹനത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാറിന്റെ ഇടതുവശത്തെ 2 ടയറുകളും പൊട്ടി. ഒടിഞ്ഞു വീണ പോസ്റ്റ് പതിച്ച് കാറിന്റെ റൂഫും തകർന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് കേച്ചേരി മേഖലയിലെ വൈദ്യുതി ബന്ധവും കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായി. തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതിനായി KSEB ജീവനക്കാരും കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ തകരാർ പരിഹരിക്കാൻ കേബിൾ ടെക്നീഷ്യന്മാരും സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. തിരക്കേറിയ സമയത്തുണ്ടായ അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനം മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്കൽ ഇല്യാസ് മകൻ ഇജാസ് ആണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇജാസ് മറ്റ് 2 കൂട്ടുകാരുമായി കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാർ പ്രദേശവാസികളെ വിവരം അറിയിച്ചു. നാട്ടുകാരും കോസ്റ്റൽ പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തി 1 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒരുമനൂർ ഇസ്ലാമിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇജാസ്. തസ്നി മാതാവും ഇജിലാൽ, ഇസ്ഹാഖ് എന്നിവർ സഹോദരങ്ങളുമാണ്. KCYM തങ്ങാലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിത്യസഹായ മാതാ ദേവാലയത്തിനോട് തൊട്ടു പ്രവർത്തിക്കുന്ന സിബ്രോ ഇൻഡസ്ട്രീസ് പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് പന്തംകുളത്തി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കും വിധമാണ് പ്ലാസ്റ്റിക് കമ്പനിയുടെ പ്രവർത്തനം എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇടവക വികാരി ഫാദർ സലീഷ് അറങ്ങാശ്ശേരി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. KCYM തൃശൂർ അതിരൂപതയുടെ മുൻ സംസ്ഥാന സെനറ്റ് മെമ്പർ ഡാനിയൽ ജോസഫ്, തങ്ങാലൂർ യൂണിറ്റ് പ്രസിഡന്റ് പവൻ, KCYM തൃശൂർ അതിരൂപത മുൻ പ്രസിഡന്റ് ജിഷാദ് ജോസ്, ഇടവക കൈക്കാരൻ അരുൺ, സമരസമിതിയുടെ പ്രതിനിധി വർഗീസ് കണ്ണനായ്ക്കൽ എന്നിവർ സംസാരിച്ചു. തങ്ങാലൂർ യൂണിറ്റ് അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തൊഴിയൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം, 2 യുവാക്കൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരമാണ്. ഗുരുവായൂർ പൊന്നാനി റോഡിൽ തൊഴിയൂർ സുനേന നഗറിന് സമീപം ബുധനാഴ്ച പുലർച്ചെ 12:15 അപകടം.
പിള്ളക്കാട് നാലകത്ത് റഫീഖിന്റെ മകൻ റിഹാൻ, താഴിശ്ശേരി ഇടവന വീട്ടിൽ ജയപ്രകാശിന്റെ മകൻ ഗോപികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്ക്. അപകടം നടന്ന ഉടനെ തൊഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ റിഹാന്റെ പരിക്ക് ഗുരുതരമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ദയ ആശുപത്രിയിലേക്ക് മാറ്റി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആലോചനാ യോഗം ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VV തിലകൻ, VK ദാസൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 15 മറ്റം സെന്ററിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിക്കും. ജനപ്രതിനിധികൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. മണ്ണിനും മനുഷ്യർക്കും പോഷകമേകാൻ വീട്ടിലൊരു പയർത്തോട്ടം. കുന്നംകുളത്ത് പദ്ധതിക്ക് തുടക്കമായി. പോഷക സുരക്ഷയും വിഷരഹിത ഭക്ഷ്യോൽപാദനവും ലക്ഷ്യമിട്ട് കുന്നംകുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വീട്ടിലൊരു പയർത്തോട്ടം പദ്ധതിക്കാണ് തുടക്കമായത്. കുടുംബങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ സമൃദ്ധമായ പയർവർഗ്ഗങ്ങൾ ജൈവരീതിയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ദൈനംദിന ഭക്ഷണത്തിൽ പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന പോഷകക്കുറവ് പരിഹരിക്കുക, രാസകീടനാശിനികൾ ഒഴിവാക്കി പൂർണ്ണമായും ജൈവരീതിയിൽ വിഷരഹിത പയർ ഉൽപ്പാദിപ്പിക്കുക, പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നിലനിർത്തുക, ഗ്രോബാഗ്, ചട്ടി, ടെറസ് തുടങ്ങിയ ചെറിയ ഇടങ്ങൾ പോലും പ്രയോജനപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മനുഷ്യരുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ജീവസാന്നിധ്യത്തിനും ഒരുപോലെ ഗുണകരമായ പയർ കൃഷി വീടുതോറും വ്യാപിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. പദ്ധതിയുടെ ഭാഗമായി അനശ്വര ഇനത്തിൽപ്പെട്ട പയർവിത്തുകൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. കുറഞ്ഞ സ്ഥലത്ത് എളുപ്പത്തിൽ കൃഷി ചെയ്യാമെന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി മോൺസി, കൃഷിഭവൻ ഓഫീസർ S ജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനൂപ് കരുണാകരൻ, കൃഷി അസിസ്റ്റന്റുമാരായ സ്നേഹ വിജോക്സ്, അശ്വതി ശ്രീകല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകണമെന്നും മന്ത്രിസഭയിൽ 33% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൽ അസീസ് ആവശ്യപ്പെട്ടു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പെരുമ്പ്ലാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മണ്ഡലം കൺവീനർ സറീന നജീബ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ മുഖ്യാതിഥിയായി. വിമൻസ് ജസ്റ്റിസ് ജില്ലാ സെക്രട്ടറി നദീറ കുഞ്ഞുമുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗം ഹസീന സലീം, ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജംഷീറ ഹിജാസ് സ്വാഗതവും ഷെറീന സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. കൺവെൻഷന്റെ ഭാഗമായി വനിതകൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. അഷ്റഫ് കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 17 പൊന്നാനി കർമ്മ ബീച്ചിൽ നടക്കുന്ന ലഹരിമുക്ത കേരള മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പെരുമ്പിലാവ് സെന്ററിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വീകരണത്തിൽ പ്രസിഡന്റ് അഷ്റഫ് കഴുത്താക്കൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ NK കുഞ്ഞുകുട്ടി ലഹരി മുക്ത സന്ദേശം നൽകി. ട്രഷറർ VC അഷ്റഫ് ഹാരാർപ്പണം നടത്തി. ജാഥ ക്യാപ്റ്റൻ മൗവൽ അഷ്റഫ് മറുപടി പ്രസംഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കഞ്ഞിപ്പുര, ജില്ലാ മേഖലാ ഭാരവാഹികളായ അഷ്റഫ്മാർ സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന ഐക്യദാർഢ്യ കൂട്ടായ്മ CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷനായി. KS പ്രമോദ്, KS സദാനന്ദൻ, NB ജയ, സുനിയ, BR സന്തോഷ്, RA അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു.
ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർക്കായി പ്രഥമ ശുശ്രൂഷയും അടിയന്തര ജീവൻ രക്ഷാമാർഗങ്ങളും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയും പകർച്ചവ്യാധി നിയന്ത്രണത്തിനായുള്ള മുൻകരുതലുകളെയും വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെപ്പറ്റിയും യോഗത്തിൽ വിശദീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ER ശ്രീകാന്ത്, ബ്ലോക്ക് മെമ്പർ രമ വേലായുധൻ, ഷൈസ്ന, ഭവ്യ നിഖിൽ, TK ഹക്കീം, അനുഷ ഷാഫർ, റസിയ അലി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ T അജിത് പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. പ്രായോഗിക പരിശീലനത്തിലൂടെ അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ ഫലപ്രദമായി ഇടപെടാം എന്നതും അദ്ദേഹം വിശദീകരിച്ചു. അപകട സാഹചര്യങ്ങളിൽ സമയോചിതമായ ഇടപെടലുകളും ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക ശുശ്രൂഷ രീതികളും പങ്കെടുത്തവർക്ക് മുന്നിൽ വ്യക്തമാക്കി. ഹൃദയാഘാതം, ശ്വാസതടസ്സം, അപകടപരിക്കുകൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പരിശീലനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോകത്തെ അമൂല്യ സമ്മാനം രക്തദാനം എന്ന പ്രമേയത്തിൽ റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയുമായി സഹകരിച്ച് തുടർച്ചയായ 3ാം തവണ നടത്തിയ ക്യാമ്പിൽ വനിതകളടക്കം നിരവധി പേർ പങ്കാളികളായി. BDK സൗദി പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ജാഫർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, സൈഫ് കൂട്ടുങ്ങൽ, നിഹാസ് പാനൂർ, ഷാജഹാൻ ചാവക്കാട്, ആരിഫ് വൈശ്യം വീട്ടിൽ, ഷാഹിദ് അറക്കൽ, സിറാജുദ്ദീൻ ഓവുങ്ങൽ, അലി പുത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിനെതിരെ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ലേബർ കോഡ് കോപ്പികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. മങ്ങാട് സെന്ററിൽ നടന്ന പ്രതിഷേധം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷനായി. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PT ദേവസി, ചെയർമാൻ KT സുരേഷ് കുമാർ, VA മനോജ്, TB ബിനീഷ്, കുഞ്ഞുമോൻ കരിയന്നൂർ, ഷീബ രാജേഷ്, ഗിരിജ ശിവരാമൻ, AK സുന്ദരാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യ ഫണ്ട് ശേഖരണം നടത്തി. വേലൂർ പഴയങ്ങാടി ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഭാരവാഹി ബെന്നി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബദുൽ സൈമൻ, ശ്രീമതി ജനാർദ്ദനൻ, അംഗൻവാടി വർക്കർ ഫിലോമിന, കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി, സെക്രട്ടറി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ ഫ്രാൻസിസ്, വർഗീസ്, സണ്ണി, ജിൻഡോ, സജി, രാജേഷ്, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അംഗൻവാടി വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹ സമ്മാന വിതരണവും ഉണ്ടായി. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. കുന്നംകുളം ലോയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തെളിവ് കൈകാര്യം ചെയ്യുന്നതിലെ പ്രാവീണ്യം നിയമതത്വങ്ങളിൽ നിന്ന് കോടതി നടപടികളിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 5 മണി വരെ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് ക്ലാസ് നയിക്കും. എവിഡൻസ് നിയമത്തിന്റെ സിദ്ധാന്തപരവും പ്രായോഗികപരവുമായ വശങ്ങൾ കോടതി നടപടികളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്ന സെമിനാറിന് കുന്നംകുളം ലോയേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി, സെക്രട്ടറി അഡ്വക്കേറ്റ് നർമ്മ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. നെല്ലുവായി അറൈസ് ഹോസ്പിറ്റലും തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ പ്രമേഹ നിർണയ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 17 ഞായറാഴ്ച നെല്ലുവായി പട്ടാമ്പി റോഡിലെ അറൈസ് ഡയബറ്റിക്സ് ആൻഡ് ഫുഡ് കെയറിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 85 89 93 93 30, മറ്റൊരു നമ്പർ 98 95 69 09 09. രസകരമായ നവമാധ്യമ കാഴ്ചകളുമായി തിരിച്ചെത്താം ഇടവേളകൾ. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും
സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വീണ്ടും വാർത്തകളിലേക്ക്. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപിക ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യങ് എന്റർപ്രണർ അവാർഡിന് കുന്നംകുളം സ്വദേശിയും ഒക്ടൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD-യുമായ ക്രിസ് ഹാരിസ് ചെറുവത്തൂർ അർഹനായി. കാട്ടകപാൽ സ്വദേശിയും കുന്നംകുളത്തെ ബിസിനസ് രംഗത്ത് സജീവ സാന്നിധ്യവുമായ CK അപ്പുമോന്റെയും ബിന്ദുവിന്റെയും മകനാണ്. ദീപികയുടെ 140-ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രതിഭകളായവർക്ക് നൽകുന്ന എക്സലൻസ് അവാർഡിന്റെ ഭാഗമായിട്ടാണ് ക്രിസ് ഹാരിസിന് യുവ സംരംഭക അവാർഡ് ലഭിക്കുക. മെയ് 16 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ കാസിനോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കുറുമാൾ ഗ്രൗണ്ടിൽ നടന്ന ബെക്കാവോ വേലൂർ ഫെസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ മെഗാ ബോയ്സ് വിജയികളായി. FC കുറുമാൾ റണ്ണറപ്പായി. ആകെ 6 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വടക്കേക്കാട് യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ പോലീസ് കേസെടുത്തു. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ജോൺസന്റെ മകൻ 28 വയസ്സുള്ള ജിനോയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ കിടപ്പുമുറിയിലെ ഫാനിൽ മുണ്ടുപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ വീട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബന്ധുക്കൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ PA സുധീറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,880 രൂപ. സ്വർണം പവന് 1,19,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചർമ്മം മറ്റം ഇമ്മട്ടി ജോണി ഭാര്യ സിൽവി നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജിൻസി ജോൺ, ജാനറ്റ് ജാക്സൺ, ജോസ്ഫിൻ ജോൺ എന്നിവർ മക്കളാണ്. ചിറ്റാടകര ചിറ്റിലപ്പള്ളി ജോസ് മാസ്റ്റർ നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാടകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതയായ ബ്രിജീതയാണ് ഭാര്യ. ബീന, ബിന്ദു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 11 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കും. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ AICC നേതൃത്വം ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ. സംസ്ഥാന നിയമസഭയിൽ വീണ്ടും VD സതീശനും പിണറായി വിജയനും നേർക്കുനേരെത്തും. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ CPM പ്രഖ്യാപിച്ചു. 10 വർഷം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. SSLC പരീക്ഷാഫലം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപനം നടക്കും. സർക്കാർ രൂപീകരിക്കാത്തതിനാൽ മന്ത്രിയില്ലാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ ഫലപ്രഖ്യാപനം നിർവഹിക്കുക. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. മേഖലയിലെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനങ്ങളും താറുമാറാക്കി. കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസ് മകൻ 14 വയസ്സുള്ള ഇജാസ് ആണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.